ഹലോ മലയാളത്തിൽ ഒരു പുതിയ സെഗ്മെന്റ് കൂടി തുടങ്ങുകയാണ് കേട്ടോ. അതായത് ലീഡേഴ്സ് മോർണിംഗ്. നമുക്ക് ലീഡേഴ്സ് മോർണിംഗിലേക്ക് പോകാം. ലീഡേഴ്സ് മോർണിംഗിന്റെ പ്രത്യേകത പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഇവരൊക്കെ മന്ത്രിമാർ ഇവരെല്ലാവരും ഈ മോർണിംഗ് ഷോയിൽ തന്നെ ഈ ഹലോ മലയാളത്തിൽ അതിഥികളായി എത്തുന്നു എന്നുള്ളതാണ്. ഇന്ന് ഹലോ മലയാളത്തിൽ അതിഥിയായി എത്തുന്നത് കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ്. ശ്രീ സജി ചെറിയാൻ, ഗുഡ് മോർണിംഗ്, സ്വാഗതം. ഗുഡ് മോർണിംഗ്. അല്ല, രാവിലെ ഇത്ര നേരത്തെ തന്നെ സാധാരണ ഒരു ദിവസം ആരംഭിക്കാറുണ്ടോ? ഇപ്പോൾ 8:30 നേരത്തെ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, എങ്കിൽ പോലും സജീവമായി പൊതുപ്രവർത്തനത്തിലേക്ക് ഈ സമയത്ത് ഇറങ്ങാറുണ്ടോ? 6 മണിക്ക് തന്നെ പിന്നെ 6 മണിക്ക് തുടങ്ങും. അത് ശരി. ഞാൻ നാട്ടിലുള്ളപ്പോൾ 6 മണിക്ക് തന്നെ തുടങ്ങും. അത് ശരി. നാട്ടിലും തിരുവനന്തപുരത്തും രണ്ട് രീതിയിലായിരിക്കുമെന്നേ ഉള്ളൂ അല്ലേ? നാട്ടിലാകുമ്പോൾ കൂടുതൽ നാട്ടുകാരെയൊക്കെ കണ്ട് നമ്മൾ മിനിസ്റ്ററുടെ പല താമസമില്ല തിരുവനന്തപുരത്ത്. അല്ല, മുമ്പൊക്കെ മിനിസ്റ്ററുടെ പല വീഡിയോകളും ഒക്കെ കാണാറുണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ. സ്കൂട്ടറൊക്കെ എടുത്ത് ആളുകളുമായൊക്കെ കണ്ട് സംസാരിച്ച് ഇങ്ങനെ പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ രാവിലെ കാണാറ്. അതെ, രാവിലെ എല്ലാ ദിവസവും ആ യാത്രയുണ്ട് നാട്ടിലുള്ളപ്പോൾ. അപ്പൊ നമുക്ക് ഇന്ന് കാര്യത്തിലേക്ക് കിടക്കാം. എന്തായാലും ഇപ്പൊ ഏറ്റവും അറിയാൻ നമുക്ക് പറ്റുന്ന ആ സമയത്തല്ലേ ഉള്ളൂ. അതെ. ഇപ്പൊ നമുക്ക് ഈ എമ്പുരാനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെയാണല്ലോ ചർച്ചകൾ നിൽക്കുന്നത്. ഇന്നിപ്പോ പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിക്കാനായി എ റഹീം MP അടക്കമുള്ളവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്കൊക്കെ കാര്യങ്ങൾ വേറൊരു തലത്തിലേക്ക്, ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സിനിമ വലിയ ഹിറ്റായി മാറുന്നു. മലയാള സിനിമ ഇൻഡസ്ട്രിയെ തന്നെ ഒന്ന് ഉണർത്തുന്ന രീതിയിൽ ഏതാണ്ട് 200 കോടിയിലേക്കൊക്കെ പോകുന്നു. അതേസമയം വലിയ വിവാദവും ഈ റീസെൻസറിങ്ങും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ചുരുക്കി ഈ വിവാദത്തെ കാണുന്നത് മിനിസ്റ്റർ? ഈ സിനിമയുടെ ഒരു 2-3 പ്രത്യേകതകൾ ഞാൻ കണ്ടത്. ഒന്ന്, ഇതിൻ്റെ സാങ്കേതിക മികവാണ്. ലോകോത്തര നിലവാരമുള്ള ഒരു തരത്തിൽ മലയാളത്തിൽ ആദ്യമായിട്ട് ഇറങ്ങുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ സാങ്കേതിക മികവ്, പിന്നെ പല രാജ്യങ്ങളിലും ഇതിൻ്റെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. പല രാജ്യങ്ങളെയും നമുക്ക് പഠിക്കാൻ കഴിയുന്ന അല്ല കാണാൻ കഴിയുന്ന വളരെ ദൃശ്യമനോഹരമായ സീനുകൾ ധാരാളം ഇതിനകത്തുണ്ട്. ഒരു ഭാഗം. രണ്ടാമത്തെ കാര്യം, നല്ല ആശയങ്ങൾ ഇതിനകത്ത് കൈമാറുന്നുണ്ട്. അതിലൊരു പ്രധാനമായും നമ്മൾ കാണേണ്ട ഒരു വിഷയം, നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് സംഭവിച്ച വർഗീയ കലാപങ്ങളെ ആസ്പദമാക്കിയുള്ളൊരു പ്രമേയമാണ് ഈ ചിത്രത്തിൻ്റെ പല ഭാഗത്തും കാണുന്നത്. അപ്പോൾ വർഗീയമായ ചേരിതിരിവല്ല ആവശ്യം, രാജ്യസ്നേഹമാണ് ആവശ്യം. രാജ്യത്ത് ജീവിക്കുന്നവരെല്ലാം ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കണം. പരസ്പരം ആയുധമെടുത്ത് പരസ്പരം കൊലപ്പെടുത്തുകയല്ല വേണ്ടത്. അത് ഭൂരിപക്ഷ അല്ല ന്യൂനപക്ഷ ആവശ്യമില്ല. എല്ലാവരും ഒന്നാണ്, ഭാരതീയരാണ് എന്ന ഒരു കൺസെപ്റ്റാണ് അതിനകത്ത്, ഒരു പ്രമേയമാണ് അതിനകത്ത് കൊണ്ടിരുന്നത്. അതിനകത്ത് എല്ലാവരെയും പല രൂപത്തിൽ വിമർശിക്കുന്നുണ്ട്. ഒരു കൂട്ടരെ മാത്രമല്ല. പലർക്കും ചിലപ്പോൾ ഈ വിമർശിക്കുമ്പോൾ ഇത് ഞങ്ങളെ മാത്രമാണെന്ന് തോന്നിയതായിരിക്കാം ഈ വിമർശനത്തിനിടെ വന്നത്. അങ്ങനല്ല, എല്ലാവരെയും അതിനകത്ത് അതിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് വിമർശിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ വളരെ യാഥാർത്ഥ്യങ്ങളാണല്ലോ. രാജ്യത്ത് സ്വാതന്ത്ര്യാനന്തര ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് നടന്ന വർഗീയ കലാപങ്ങൾ എത്ര ആൾ മരിച്ചു. ഈ പറയുന്ന ഗോദ്ര സംഭവത്തിൽ എത്ര ആളുകൾ മരിച്ചു. നമ്മുടെ രാജ്യത്തുണ്ടായ വർഗീയ കലാപങ്ങൾക്ക് ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ടല്ലോ. ആ കലാപം എന്ന് പറയുന്നത് ഒരു കലുഷിതമായ അന്തരീക്ഷം നമ്മുടെ രാജ്യത്ത് വിദ്വേഷത്തിൻ്റെയും ഭിന്നിപ്പിൻ്റെയും ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. മനുഷ്യ മനസ്സുകളെ മുറിവേൽപ്പിക്കും. അത് എപ്പോഴും നമ്മൾ പകയോടും വിദ്വേഷത്തോടും കൂടി പരസ്പരം കാണത്തുള്ളൂ. അത് മാറി നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് എന്ന നിലയിലേക്കുള്ള ഒരു നല്ല സന്ദേശമാണ്. ആ നിലയിൽ അതിനെ കണ്ടാൽ മതി. തീർച്ചയായിട്ടും ആ രൂപത്തിൽ അതിനെ കാണാവൂ. അപ്പോൾ ആ നിലയിൽ പിന്നെ ഒരു നല്ല പ്രമേയം ചർച്ച ചെയ്യപ്പെടുന്നു. മികച്ച സാങ്കേതിക മികവ്. വർത്തമാനകാലത്ത് മൂന്നാമത്തെ കാര്യം, നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒട്ടേറെ പ്രശ്നങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഒന്ന്, ഡ്രഗ്സ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, അതിൻ്റെ ഒരു ചെറിയ ഭാഗത്ത് അത് കാണിക്കുന്നുണ്ട്. 2, ഈ വിഭാഗീയ ചിന്തകൾ. 3, വർഗീയത. പിന്നെ രാജ്യസ്നേഹം, വർഗീയ കലാപങ്ങൾ. ഇത്തരം കാര്യങ്ങളെല്ലാം വർത്തമാനകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ആ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളും ഈ സിനിമയുടെ പ്രമേയത്തിൽ വരുന്നുണ്ട്. സിനിമ ആകുമ്പോൾ അതിൻ്റേതായ ഒരു അടിപൊളിയൊക്കെ ഉണ്ടാകും. പക്ഷേ ആ അടിപൊളി സീനുകളേക്കാൾ വ്യത്യസ്തമായി ഞാൻ കണ്ടത് അതിൻ്റെ പ്രമേയമാണ്. ആ പ്രമേയം നല്ല ഉള്ളടക്കമുള്ള പ്രമേയമാണ്, കാണേണ്ടതാണ്. അത് ഒരു കാരണവശാലും അതിൻ്റെ ഒരു ഭാഗവും കട്ട് ചെയ്ത് കളയാനും പാടില്ല. അത് പൂർണ്ണമായും ജനങ്ങൾ കാണണം. നാലാമത്തെ കാര്യം, ഇതൊരു കലയാണ്.
ആ കല എന്ന നിലയിൽ ഇതിനെ ആസ്വദിച്ചാൽ മതി. കലയ്ക്ക് അപ്പുറമായിട്ട് ഇതിനെ വേറെ രൂപത്തിൽ കാണേണ്ട കാര്യമില്ല. ആശയങ്ങൾ സാഹിത്യ സൃഷ്ടിയിലുണ്ടാവും, കവിതകളുണ്ടാവും, കലാരൂപങ്ങളുണ്ട്. ഇപ്പോൾ സാമ്പശിവം കഥ പറഞ്ഞു, എത്രയോ രാഷ്ട്രീയ കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അന്ന് ആർക്കും പ്രതിഷേധം ഉണ്ടായിട്ടില്ലല്ലോ. ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിന്നല്ലേ അദ്ദേഹം കഥ പറഞ്ഞത്. KPSC നാടകം കളിച്ചല്ലോ. എത്രയോ വലിയ രാഷ്ട്രീയ പ്രമേയങ്ങൾ അവരും ഉണ്ടെന്നു. മലയാളത്തിൽ തന്നെ ഇറങ്ങിയ എത്രയോ സിനിമകൾ രാഷ്ട്രീയ പ്രമേയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത പക്ഷേ അന്നില്ലാത്ത ഒരു പ്രശ്നം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഗുജറാത്ത് കലാപവുമൊക്കെയായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള എല്ലാ ചർച്ചകളും വലിയ രൂക്ഷമായ ആക്രമണം നേരിട്ടുണ്ട്. ആ വിഷയത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്നൊക്കെ പുറത്തു കൊണ്ടുവരാൻ പ്രവർത്തിച്ചവരൊക്കെ പല ഘട്ടങ്ങളിലായി ജയിലിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് ഇപ്പോഴത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ എടുക്കുന്നത് പൊള്ളലേൽക്കുന്ന ഒരു വിഷയമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോഴാണ് പൃഥ്വിരാജ് ഈ സിനിമയുമായിട്ട് വരുന്നത്. അതുകൊണ്ടായിരിക്കുമോ എല്ലാവരും പൃഥ്വിരാജിനെ ഈ നിലയ്ക്ക്, എല്ലാവരും അല്ല, പ്രത്യേകിച്ച് സംഘപരിവാറിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവുന്നത്? അല്ല, പൃഥ്വിരാജിന് കാണിച്ച ധൈര്യത്തെ ഞാൻ വീണ്ടും അഭിനന്ദിക്കുകയാണ്. പൃഥ്വിരാജ് മാത്രമല്ല, മോഹൻലാലും ഒരു ടീം, അതിനകത്ത് വേറൊന്നും അവർ കണ്ടു കാണത്തില്ല. അവരൊരു ദേശീയ പ്രാധാന്യമുള്ള ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടണമെന്ന് മാത്രമേ അവരതിനകത്ത് കണ്ടു കാണത്തുള്ളൂ. അത്തരമൊരു പ്രമേയം ഇപ്പോൾ വരുന്നത് നല്ലതാണ്. കാരണം വലിയ തരത്തിൽ വർഗീയമായ ചെരിതിരിവ് രാജ്യത്ത് വളർന്നു വരികയാണ്. രാജ്യത്തിൻ്റെ മതനിരപേക്ഷത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം തരത്തിലാണ് നമ്മുടെ രാജ്യത്ത് ഈ ഗോദ്ര സംഭവം, ബാബറി മസ്ജിദ് വിഷയം, അതിനുശേഷം ഇങ്ങോട്ടുണ്ടായിട്ടുള്ള കാശ്മീരിനെ രണ്ടാക്കിയ സംഭവങ്ങൾ, രാജ്യത്തെ മൈനോറിറ്റികൾ എതിരായിട്ടുള്ള ഒരുപാട് ആക്രമണങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നു. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് അതിൻ്റെ ഭാഗമായി വരുന്ന വർഗീയപരമായ ചേരിതിരിവ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നു. അപ്പോൾ ഭൂരിപക്ഷ വർഗീയത, ന്യൂനപക്ഷ വർഗീയത ഒരുപോലെ എതിർത്ത് പരാജയപ്പെടുത്തേണ്ടതാണ്. ഈ സിനിമയുടെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് രാജ്യത്തോടാണ് കൂറ്, അല്ലാതെ ഇന്ത്യക്കെതിരായിട്ടല്ല യുദ്ധം ചെയ്യേണ്ടത്, രാജ്യത്തോടാണ് കൂറ്. അങ്ങനെ തന്നെ പറഞ്ഞാണ്. ഇത്രയും ആളുകൾ മരിക്കുന്ന ഒരു സംഭവത്തിൽ രക്ഷപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ പിന്നീട് വരുന്ന വൈകാരികമായ ഒരു തലത്തിൽ അയാൾ ഹിന്ദുസ്ഥാൻ, ഇന്ത്യ രാജ്യം അല്ലെ ഭാരതം എന്ന കൺസെപ്റ്റിലേക്കാണ് ആ സിനിമയുടെ വേറൊരു പ്രമേയം കൊണ്ടുവന്നത്. അതിലെവിടെയാണ് തെറ്റ്? അപ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യപ്പെടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും ഈ നാട്ടിൽ പറയാൻ പാടില്ല. ഞങ്ങൾ പറയുന്ന പോലെയല്ല. ഇപ്പം മാധ്യമങ്ങളെങ്ങനെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്? മാധ്യമങ്ങളെ മുഴുവൻ സെൻസർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, എല്ലാം പൂട്ടിട്ടില്ലേ? ഏതെങ്കിലും ഒരു മാധ്യമത്തിന് ഒന്നുകിൽ ഞങ്ങൾ അത് വിലയ്ക്ക് വാങ്ങും, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെ കേൾക്കണം. ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി, മന്ത്രിമാർ എന്തുമാത്രം മാധ്യമ വേട്ടയാണ് ഞങ്ങൾക്കെതിരെ വരുന്നത്. എന്നാൽ ഈ രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ആൾക്കെതിരെ ഒരു മാധ്യമ വേട്ട ഇന്നുകൾ കാണുന്നുണ്ടോ? ഒരക്ഷരം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി പറയുന്ന മന്ത്രിമാർക്കെതിരെ പറയാറുണ്ട്? ഒരാളെ പറ്റിയും പറയാറില്ല. പറയാൻ മാധ്യമങ്ങൾക്ക് പേടിയാണ്. മാധ്യമങ്ങൾ മാത്രമാണ് നമ്മുടെ പ്രിൻ്റഡ് മീഡിയ. എവിടെ ഇപ്പോൾ പ്രിൻ്റഡ് മീഡിയ നിൽക്കുന്നത്? ഞങ്ങളെയൊക്കെ കളിയാക്കുന്ന പത്രങ്ങൾ ധാരാളമുണ്ട്. എല്ലാ ദിവസവും രാവിലെ കുഞ്ചുകുറുപ്പും മറ്റേ കുറുപ്പുമായിട്ടൊക്കെ ഒരുപാട് കളിയാക്കും. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു BJP നേതാവിന് അങ്ങനെ കളിയാക്കാൻ ധൈര്യമുണ്ടോ? ഒരു നേതാവിന്, ഒരു സംഘപരിവാറിൻ്റെ ഒരാളിനെ, ഒരു ഭരണകർത്താവിനെ, ഒരാളിനെ കളിയാക്കാൻ ഇവിടുത്തെ വലിയ പ്രമുഖമായ മുത്തശ്ശി പത്രങ്ങൾ എന്നൊക്കെ പറയുന്ന അഭിമാനം കൊള്ളുന്ന, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായെന്നൊക്കെ പറയുന്നവരൊക്കെ എവിടെയാണ് അവരുടെ രാജ്യസ്നേഹം? അവരെവിടെയാണ് ഇന്ത്യയുടെ മതേതരത്തെ ചോദ്യം ചെയ്തപ്പോൾ അവരുടെ മനസ്സ്? മണിപ്പൂരിൽ ഇത്ര ആളുകൾ മരിച്ചിട്ടുണ്ട്. ഇരുകൂട്ടരും കലാപം ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മരിച്ചു. ഞാൻ ചോദിക്കുന്നത്, എവിടെയായിരുന്നു ഈ പത്രങ്ങളൊക്കെ? ഒരക്ഷരം ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി ഒരു നിമിഷം അവിടെ പോയോ? നിങ്ങൾക്ക് എഴുതാൻ ധൈര്യമുണ്ടോ? നിങ്ങളുടെ മീഡിയയ്ക്ക് കാണിക്കാൻ ധൈര്യമുണ്ടോ? ഒന്നും ചെയ്യത്തില്ല. നിങ്ങളെല്ലാം ഭയപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും അവരുടെ കാര്യം നോക്കി പോകണം. അങ്ങനെ ഒരു ഘട്ടത്തിൽ ധൈര്യമായിട്ട് ഇങ്ങനൊരു പ്രമേയം കേരളത്തിലല്ലാതെ ഒരു സ്റ്റേറ്റിൽ ഇറക്കാൻ പറ്റില്ല. കേരളമായതുകൊണ്ട് പൃഥ്വിരാജിനത് കഴിഞ്ഞു, മോഹൻലാലിനത് കഴിഞ്ഞു, ആ ടീമിന് കഴിഞ്ഞു. അതിനെതിരെ സംഘപരിവാർ ബളം വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. കേരളത്തിൽ ആരെങ്കിലും ഒരാൾ എന്തായാലും അങ്ങനെ ഒരു തുറന്നു പറച്ചിലിന് തയ്യാറാവുമ്പോൾ അയാൾക്കുള്ള പിന്തുണ എന്ന നിലയ്ക്ക് എല്ലാ മാധ്യമങ്ങളും, എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജിനും ഈ എമ്പുരാൻ സിനിമയ്ക്കുമൊക്കെ ഒരു പിന്തുണ നൽകുന്നുണ്ട്. ഒരു പക്ഷേ അത് ഈ പറഞ്ഞ മിനിസ്റ്റർ പറഞ്ഞ ചില കാരണങ്ങൾ കൊണ്ടുകൂടിയൊക്കെ ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഒരു കാര്യമുണ്ട്, ഈ സിനിമയുടെ ആദ്യന്തം വേണമെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിനെയാണോ വിമർശിക്കുന്നതെന്ന് സംശയിച്ചാൽ ആദ്യന്തം അതിൻ്റെ ഒരു ക്രക്സ് നിൽക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലാണ് എന്ന് നമുക്ക് പറയാം. മാത്രമല്ല, മിനിസ്റ്റർ കണ്ടു കാണുമല്ലോ, മെഗാ തിരുവാതിരയെയൊക്കെ പരിഹസിക്കുന്ന തരത്തിൽ CPIM എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടിയെ അവതരിപ്പിച്ചുകൊണ്ട് പരിഹസിക്കുന്നുമുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ ഈ C മാറ്റിയിട്ട് വേറൊരു വേർഡ് ഇട്ടിട്ട് പിന്നെ PIM ഉണ്ട്. അത് ആർക്കും മനസ്സിലാവും അത് CPM കളിയാക്കുകയാണ്. അതിനകത്ത് മെഗാ തിരുവാതിര കാണിക്കുന്നുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുടെ വലിപ്പം അതിനകത്ത് പറയുന്നുണ്ട്. ഏത് സ്ഥലം മുതൽ ഏത് സ്ഥലം വരെയാണ് ഈ ഇടതുപക്ഷ പാർട്ടി കേരളത്തിലുള്ളതെന്ന് അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു വിഷമം തോന്നിയിട്ടില്ല.
അത് അവരുടെ പ്രമേയത്തിൽ ചർച്ച ചെയ്യട്ടെ, അവരത് കാണിക്കട്ടെ. ഞങ്ങൾ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല, അതിനകത്ത് നമ്മൾ വിഷമിക്കുന്നത്. അതിനകത്തു നിന്ന് ഞങ്ങൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. എല്ലായിടത്തേക്കും ഈ പാർട്ടിയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കണമെന്ന് അവർ പറയുന്നത് അത് ഏറ്റെടുത്താൽ പോലെ. എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ അതിനെതിരെ വിമർശിക്കേണ്ട കാര്യം. അതുമാത്രമല്ല, കോൺഗ്രസിനെതിരായിട്ട് ആഞ്ഞടിച്ചിരിക്കില്ലേ. എനിക്ക് തോന്നി ജഗൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു രീതി അതിനകത്ത് വന്നിട്ടുണ്ട്. ജഗൻ ആ പേര് തന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കോൺഗ്രസ് നേതാവായിരുന്നു. അതിനുശേഷം അയാൾ അധികാരത്തിൽ വരുന്ന കോൺഗ്രസിനെ അങ്ങേയറ്റം ആ ഒരു കോൺഗ്രസിനെ അങ്ങേയറ്റം വിമർശിക്കുക. അവസാനം ആ സിനിമയിലേക്ക് മകള് വരുന്ന ആ ഒരു സീനൊക്കെ എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഹെഡിറ്ററി പാരമ്പര്യവാദത്തിനെതിരായിട്ടും ആ സിനിമാ സന്ദേശം കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും വിമർശിക്കുന്നുണ്ട്. വിമർശനം നമ്മൾ ഉൾക്കൊള്ളണമല്ലോ. വിമർശനത്തെ നമ്മളതിനെ ഭയപ്പെടുന്നത്. അപ്പോൾ വസ്തുതകളുള്ളപ്പോഴാണ് വിമർശനത്തെ ഭയപ്പെടുന്നത്. വസ്തുതകളില്ലെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മളുടെ കൈ ശുദ്ധമാണെങ്കിൽ, നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ, നമ്മുടെ നിലപാടുകൾ ക്ലിയർ ആണെങ്കിൽ എന്ത് വിമർശനം വന്നാലും നമ്മളെന്തിനാ ഭയപ്പെടുന്നത്? അപ്പോൾ ഇവിടെ ഭയപ്പെടേണ്ട കാര്യം ചിലർക്കുണ്ട്. സ്പിരിറ്റിലാണ് കാണുന്നത് എന്നാണ്. പക്ഷേ ഈ സിനിമാ സംഘടനകളൊക്കെ ഇത്രയും വലിയ ആക്രമണമല്ല. സാധാരണ ചെറിയ ചെറിയ വിഷയങ്ങളിലൊക്കെ ശക്തമായി പ്രതികരിക്കുന്ന സിനിമാ സംഘടനയുണ്ട്, സിനിമാക്കാർ ഒത്തിരി പേരുണ്ട്. അവരൊക്കെ വലിയ നിശബ്ദതയിലാണ്. നേരത്തെ ഈ കാര്യത്തിൽ മാധ്യമങ്ങൾ എന്തായാലും പൃഥ്വിരാജിനും ഈ മോഹൻലാലിനും ഒക്കെ പിന്തുണയുമായി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമാ സംഘടനക്കൊക്കെ എന്ത് പറ്റി? ഞാൻ പറഞ്ഞല്ലോ, ഈ രാജ്യത്ത് ഇങ്ങനെയുള്ള എല്ലാ പുരോഗമന സൃഷ്ടികളെയും ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾ പുറകിലോട്ട് രാജ്യത്തെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഭരണ സംവിധാനം ഇന്ത്യ രാജ്യത്ത് വന്നിരിക്കുകയാണ്. അത് അവരുടെ എല്ലാ ഇടപെടലും, സാംസ്കാരിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹ്യ രംഗത്തും ഒക്കെ അവരുടെ ഇടപെടൽ അതാണ്. അതിൻ്റെ ഭാഗമായി സിനിമാ സംഘടനകളും ഭയമുണ്ട്. ആ സിനിമാ സംഘടനയിൽ പ്രവർത്തിക്കുന്ന പലർക്കും ഈ നാട്ടിൽ നിൽക്കണ്ടേ, സിനിമ എടുക്കണ്ടേ, സിനിമയിൽ പ്രവർത്തിക്കണ്ടേ? അവരെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്താ അവർക്ക് ഭയം വരുത്തില്ലേ? ഇവരുടെ കയ്യിൽ കേന്ദ്ര പോലീസെല്ലാം ഇരിക്കുകയല്ലേ, അതെല്ലാം വെച്ച് ഭയപ്പെടുത്തുകയല്ലേ? എത്ര പേരെയാണ് ഇവർ ഭയപ്പെടുത്തി ഇവരുടെ വെട്ടിലാക്കുന്നത്? അങ്ങനെയാണല്ലോ പലരും ഇപ്പോൾ ഇവരോടൊപ്പം ചേർന്നിട്ടുള്ളത്. ഇവിടെ അവരുടെ എല്ലാം സമ്പത്ത് സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളൊക്കെ പലർക്കും ആവശ്യമാണ്. സ്വാഭാവികമായിട്ടും അത്തരം ആളുകളെല്ലാം സൈലൻ്റ് ആകും. ഞങ്ങളെന്തിനാണ് വല പിടിക്കാൻ പോകുന്നത്? അതുകൊണ്ട് മിണ്ടായിരിക്കുക. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അവരാരെങ്കിലും ഒരാളെ നോക്കി, ഒരു സംഘടന നോക്കിയല്ല കേരളീയ സമൂഹം ഈ പ്രശ്നത്തെ കാണുന്നത്. കേരളീയ സമൂഹം ഒരു പുരോഗമനപരമായി ചിന്തിക്കുന്ന സമൂഹമാണ്. ആ കേരളത്തിലെ സമൂഹം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ പറയുന്ന സംഘപരിവാറിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളടക്കം പലരും എന്നോട് സംസാരിച്ചു. ഈ കാര്യത്തിൽ കാണിക്കുന്നത് തെറ്റ് ശരിയല്ല, തെറ്റായ കാര്യമാണ് അവർ എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ജനങ്ങളാണ് കേരളത്തിൽ. അവരെല്ലാവരും ഈ പറയുന്ന പ്രമേയത്തോടൊപ്പമാണ്. ഇത് ജനങ്ങൾ കാണേണ്ടതാണ്. ജനങ്ങൾ ഇത് കാണാതിരിക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ സിനിമ ഇറങ്ങുമ്പോൾ പൈസ കിട്ടാതിരിക്കും, അത് അവരുടെ കാര്യം. അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എന്തായാലും സിനിമ ഇറങ്ങിക്കഴിഞ്ഞു, എല്ലാവരും കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറേ ഭാഗം കട്ട് ചെയ്താൽ ആ ഭാഗം കാണാൻ ഇനി ആളുകൾ പോകും. ഇതെല്ലാം അവർക്ക് ഗുണം ചെയ്തു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും. എന്തായാലും ഇന്ന് ഇപ്പോൾ ഹലോ മലയാളത്തോട് ഈ പ്രതികരണമൊക്കെ നടത്തിയതിന് വളരെ നന്ദി മിനിസ്റ്റർ. ഒരു നല്ല ദിനം ആശംസിക്കുന്നു.